ചീരത്തോരന് ചീര എടുത്തിട്ടുണ്ട്, റെഡ് ചീര, പിന്നെ കുറച്ച് അണിയൻസ്, പിന്നെ കുറച്ച് കറിവേപ്പില, മുളക്, പച്ചമുളക് ഒരെണ്ണം, പിന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്, പിന്നെ നമ്മൾ ലേശം കടുകും കൂടെ ഇടുകയാണ്. ഇതൊക്കെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, ലൈക്ക് കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, വേറെ ഒരുപാട് ആർഭാടമൊന്നുമില്ല. പിന്നെ അടുത്ത ഓണിയൻസ് നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം എടുത്തിടുക. പിന്നെ നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാടൊന്നും ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ ഞാനൊന്ന് രണ്ടായിട്ട് പിളർന്ന് വെച്ചിട്ടുണ്ട് ഒരു പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ഇടണം നമുക്ക്. പിന്നെയും ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് നമ്മുടെ ചീര നമുക്ക് ഫുള്ളായിട്ട് ഇടാം. ഇത് ഈ സെയിം പ്രോസസ്സിൽ തന്നെ നിങ്ങൾക്ക് ഗ്രീൻ ചീരയും വെക്കാം, പച്ചച്ചീര. ഇതാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ചീര വയ്ക്കുന്നതിൽ. പിന്നെ അതൊന്ന് ഇളക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അതും ഒന്നുകൂടെ ഒന്ന് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വയ്ക്കാം. അതങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ. എന്നിട്ട് പിന്നെ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. അപ്പോഴും വെള്ളം കുറച്ചൊക്കെ കാണും, ഒരുപാട് വറ്റിയിട്ടുണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഒന്ന് അടച്ചു വയ്ക്കണം. പിന്നെ നമുക്ക് അത് കഴിഞ്ഞൊന്ന് തുറന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ചാൽ മതി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പോഴേക്കും വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലൊരു പാകത്തിനാകും. പിന്നെ നമുക്കൊന്നും ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ചീരത്തോരൻ റെഡി. സോ ഞാൻ UK-യിലായിരുന്നു. അപ്പോൾ UK-യിലായിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആയിരുന്നു ഇത്. സോ ഹോപ്പ് യു എൻജോയ്. താങ്ക് യു.